റോയിച്ചായ CPM-ലെ കത്ത് വിവാദത്തിൽ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അസംബന്ധം, മന്ത്രി MP രാജേഷ് പറയുന്നത് തോന്നിയവാസം, ഇങ്ങനെയൊക്കെയാണോ പ്രതികരിക്കേണ്ടത്? ഉത്തരവാദിത്തത്തോടെ ഇതിലെന്താണ് വ്യക്തത വരുത്തേണ്ടത്? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമല്ലേ? ഈ പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ 10 വർഷത്തിനിടയിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നിരവധി ഇതേപോലുള്ള ആരോപണങ്ങൾ വന്നു. ഒരു ആരോപണത്തെക്കുറിച്ച് വ്യക്തമായ മറുപടിയോ അന്വേഷണമോ നടത്താൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മൾ കേന്ദ്ര സർക്കാരിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് എന്താണോ നരേന്ദ്രമോദി സ്വീകരിക്കുന്നത് അതേ സമീപനം തന്നെയാണ് കേരളത്തിലും CPM-ഉം പിണറായി വിജയനും സ്വീകരിക്കുന്നത്. എന്ത് ആരോപണം വന്നാലും അത് മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് മാധ്യമങ്ങളുടെ തലയിൽ വെച്ച് ഒഴിഞ്ഞു പോവുകയാണ് പതിവ്. ഇപ്പം തന്നെ ഈ ഉണ്ടായിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ 1ാമത്തെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ട് തലേന്നായിരുന്നു പിണറായി വിജയൻ്റെ പ്രസിദ്ധമായ അവതാരങ്ങളെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത്, അധികാരത്തിൻ്റെ ഇടനാഴികളിൽ എൻ്റെ പേര് പറഞ്ഞ് പലരും നിങ്ങളെയും പലരെയും സമീപിക്കാനൊക്കെ സാധ്യതയുണ്ട്, അങ്ങനെയൊന്നും ഒരു തരത്തിലും അതൊന്നും അനുവദിക്കില്ല എന്ന് വളരെ ആധികാരികമായി പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിമാർ അത്തരത്തിലൊരു പ്രസ്താവന ഇതിനു മുമ്പോ ഇങ്ങനെ നടത്തിയത് നമ്മളാരും കേട്ടിട്ടുമില്ല. പറഞ്ഞത് പിണറായി കൈയടിച്ച് അത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു വലിയ സ്വീകാര്യത ലഭിച്ച ഒരു വാക്കുകളായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. പക്ഷേ അദ്ദേഹം അധികാരത്തിലേറിയാണ്ട് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അവതാരങ്ങളെക്കുറിച്ചുള്ള അവതാരങ്ങൾ സർക്കാരിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതൊക്കെ തന്നെ അങ്ങും ഇങ്ങുമൊക്കെ പറഞ്ഞു തുടങ്ങി. ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു പരിണാമം നമ്മൾ കണ്ട് സ്വർണ്ണക്കടത്ത് കേസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സ്വർണ്ണക്കടത്തിൻ്റെ താവളമായി മാറുകയും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസനായ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ കേസിൽ 1ാം പ്രതിയാവുകയും അയാളുടെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ തന്നെയാണ് അതിന് നേതൃത്വം വഹിക്കുകയും ചെയ്ത കഥകളൊക്കെ പുറത്തു വന്നു. അതിന് പിന്നെ ഒരു അവതാരങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു. ഇപ്പോൾ ആ ലിസ്റ്റിൽ അവസാനത്തിൽ വന്നിരിക്കുന്ന ഒരാളാണ് ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന പഴയ SFI-കാരൻ. അദ്ദേഹം വ്യവസായിയാണെന്ന് പറയുന്നു. എന്ത് വ്യവസായമാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ലണ്ടനിലാണ്, BBC ലേഖകനാണെന്ന് പറയുന്നു. അതും തന്നെ ശുദ്ധ തട്ടിപ്പാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഈ അവകാശവാദങ്ങളുടെ തന്നെ ഒരു നിജസ്ഥിതി ആർക്കും അറിഞ്ഞുകൂടാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് CPM-ൻ്റെ തന്നെ അനുഭാവിയും പഴയ ഒരു CPM മെമ്പറുമായ ഷർഷാദ് എന്ന് പറയുന്ന മദ്രാസിൽ ചെന്നൈയിലുള്ള ഒരു വ്യവസായി ഈ ആരോപണങ്ങളുമായിട്ടൊക്കെ വരുന്നു. അയാളുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട സിനിമാ നിർമ്മാണം, അതിൻ്റെ പിന്നിലുണ്ടായ സാമ്പത്തിക ഇടപാടുകൾ, അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ലണ്ടൻ വ്യവസായി എന്ന് ഇവർ പറയുന്ന ആൾ. അങ്ങനെ പലതരത്തിലുള്ള ആർക്കും വിശ്വസിക്കാനാവാത്ത പല കഥകളാണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഷർഷാദ് നൽകിയ പരാതിയാണ്. ആ പരാതി കഴിഞ്ഞ് 2-3 വർഷമായിട്ട് തന്നെ അന്തരീക്ഷത്തിൽ ഇവിടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നതാണ്. അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ തന്നെ ഈ പരാതിയെക്കുറിച്ചൊക്കെ പരാമർശിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വാർത്തയായെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ CPM-ൻ്റെ മധുര പാർട്ടി കോൺഗ്രസ്സിൽ ലണ്ടനിൽ നിന്നുള്ള പ്രതിനിധിയായിട്ട് വന്ന രാജേഷ് കൃഷ്ണയെ അവിടുന്ന് സമ്മേളന സ്ഥലത്ത് നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തതിൻ്റെ കുറിച്ചുള്ള വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾക്കെതിരെ രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഡിഫമേഷൻ കേസിലാണ് ഇതൊരു രേഖയായിട്ട് വരികയും അത് സംബന്ധിച്ച് ഉള്ള കത്തിടപാടുകളും അത് സംബന്ധിച്ച് ഷർഷാദ് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് നൽകിയ കത്തും മെയിലും ഒക്കെ തന്നെ ചോർന്നതാണ് ഇപ്പോഴത്തെ ഈ വിവാദത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഈ വിവാദങ്ങളിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒട്ടുമിക്ക CPM നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ തന്നെ ഇയാളുടെ അടുപ്പക്കാരനും ഇയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണമാണ് ഈ ഷർഷാദ് ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഹവാല പണം കടത്തി അവിടുന്ന് തിരിച്ചിങ്ങോട്ട് റിവേഴ്സ് ഹവാലയായിട്ട് വരുന്നു എന്നൊക്കെയുള്ള പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ചൊക്കെ തന്നെ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും സ്ഥിരം പറയുന്ന കുറേ ഡയലോഗുകൾ മാത്രം. നിങ്ങളൊക്കെ തന്നെ എല്ലാ കാലത്തും ഇതേപോലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, അപ്പോൾ അതിലൊന്നും ഒരു കഥയില്ല, തോന്നിവാസങ്ങളാണ്, അസംബന്ധമാണ്, ഇങ്ങനെയൊക്കെ ചില കടിച്ചപ്പൊട്ടാത്ത വാക്കുകൾ പറഞ്ഞ് ഈ നേതാക്കന്മാർ ഒഴിഞ്ഞു പോവുകയാണ് പതിവ്. എന്തുകൊണ്ടാണ് മക്കൾക്കും അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്കും എതിരായിട്ട് ആരോപണങ്ങൾ വരുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള പ്രസക്തമായൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇങ്ങനൊരു ഷെയ്ഡി ക്യാരക്ടറുമായിട്ട് CPM-ൻ്റെ നേതാക്കന്മാർക്ക് ഇടപാടുകൾ ഉണ്ടായിരുന്നോ? മുഖ്യമന്ത്രിയുടെ പേര് വരെ ഉപയോഗിച്ച് ഇയാൾ തട്ടിപ്പ് നടത്തിയെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി എന്തുകൊണ്ടത് അന്വേഷിക്കാൻ മടിക്കുന്നു? മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെക്കുറിച്ച് വളരെയധികം ഇരിക്കുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെയാണ് അധികാരമേൽക്കുന്നതിന് തൊട്ട് തലേദിവസം തന്നെ പറഞ്ഞത്, എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പല അവതാരങ്ങളും നിങ്ങളെ സമീപിച്ചേക്കാം, അതൊന്നും മുഖവിലക്കെടുക്കണ്ട എന്ന് പറഞ്ഞ്
ജനങ്ങളുടെ ഇടയിൽ വലിയൊരു വിശ്വാസ്യത സൃഷ്ടിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പടമൊക്കെ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് തനിക്ക് സ്വാധീനമുണ്ടെന്ന് ഒരാൾ വരുത്തുമ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്നതിനകത്ത് ആധികാരികതയാണ് മനസ്സിലാവാത്തത്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് നിങ്ങളാരും ചർച്ച ചെയ്യാതിരിക്കുന്നത്? അല്ല, ഇതിലിപ്പോൾ ചർച്ച ചെയ്യണ്ടോന്ന് ചോദിക്കാം. ഇയാളുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇയാളെ ഇങ്ങനെ ഒരു വ്യക്തിയെ പരിചയമുണ്ടോ എന്ന ചോദ്യത്തിന് പോലും മറുപടി പറയുന്നില്ല. ആകെ മറുപടി പറയുന്നത് തോമസ് ഐസക് മാത്രമാണ് ഇയാളെ അറിയാമെന്ന് പറയുന്നത്. പക്ഷേ ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ CPM നേതാക്കളും മന്ത്രിമാരും എല്ലാവരുമായി ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ, മുഖ്യമന്ത്രി ലണ്ടനിൽ ചെന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ഫോട്ടോ, ഇതെല്ലാമാണ് പുള്ളി പങ്കുവയ്ക്കുന്നത്. അതാ ഞാൻ പറയാം. ഒന്നുകിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനോട്, ഒരു മുഖ്യമന്ത്രിയോട്, മന്ത്രിമാരോടൊപ്പം ഒരു പടം എടുക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു അപരാധമായിട്ടൊന്നും കാണണ്ട. അവരൊരു കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ എന്നുള്ളതിൽ അവരോടൊപ്പം ചേർന്ന് നിന്ന് പിന്നെ സെൽഫി എടുക്കാനും മറ്റും ഫോട്ടോ എടുക്കാനൊക്കെ തന്നെ പലരും വരും. അതൊരു തെറ്റല്ല. പക്ഷേ നിങ്ങൾ ഇതുപോലുള്ള ക്യാരക്ടേഴ്സ്, ഇതുപോലുള്ള അവതാരങ്ങളെന്ന് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ പറയുന്ന അവതാരങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ കയ്യെത്തും ദൂരത്തും നിർത്തുന്നില്ല? ഇവരുടെ ഇടപാടുകൾ എന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും വിവരങ്ങൾ കിട്ടാനുള്ള സംവിധാനമുണ്ട്. രഹസ്യാന്വേഷണ ഏജൻസികളുണ്ട്. അതേപോലെ തന്നെ വിവരങ്ങൾ അറിയാൻ 100 സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വ്യക്തി മുഖ്യമന്ത്രിയുടെ പേര്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേര്, CPM നേതാക്കളുടെ, മന്ത്രിമാരുടെ പേരുകൾ ഉപയോഗിച്ച് ഇടപാടുകൾ, കച്ചവടങ്ങൾ, ഇടനില നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഈ ആരോപണങ്ങൾ വരുമ്പോൾ, കഴിഞ്ഞ 4 വർഷമായി ഇത് അന്തരീക്ഷത്തിലുള്ള ആരോപണമാണെന്ന് ഈ പരാതിക്കാരനായ ഷെർഷാദ് തന്നെ പറയുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കാത്തത്? മുഖ്യമന്ത്രിയുടെ പേരും, ബാക്കിയെക്കാട്ടിലും ഏറ്റവും ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരുപയോഗിച്ച് പല ഇടപാടുകളും നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ആ പരാതിക്കകത്ത് ഉള്ളതും CPMൻ്റെ കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന കത്തിലും പറയുന്നത്. ഈ കത്ത് നേരത്തെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ കൊടുത്തായിരുന്നു. അക്കാലത്ത് ഇയാളെ ഒഴിവാക്കി നിർത്തിയിരുന്നതെന്ന് പറയുന്നു. പിന്നീടാണ് MV ഗോവിന്ദൻ വന്നതിന് ശേഷമാണ് ഈ ഇടപാടുകൾ നടന്നു എന്ന് പറയുന്നു. MV ഗോവിന്ദൻ്റെ മകനുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് ഈ പരാതിക്കകത്ത് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള, ഒന്നുകിൽ ഈ പരാതിയുടെ നിജസ്ഥിതി, ഒന്നുകിൽ ഇയാൾ ഈ പറയുന്ന ആരോപണങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ പാർട്ടി സെക്രട്ടറിക്കോ ആർക്ക് വേണമെങ്കിലും പറയാം. അതിന് അസംബന്ധമെന്നല്ല പറയുന്നത്. ഞങ്ങൾക്ക് ഇയാളുമായിട്ട് ഇങ്ങനെയല്ല, ഈ ക്യാരക്ടറുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഇയാളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. ഒരു ബന്ധമുണ്ടെന്ന് പറയുന്നതിനകത്ത് എന്താ തെറ്റ്? സത്യസന്ധമായ ഇടപാടുകളാണെങ്കിൽ അതിനെ അങ്ങനെ ഒരു വ്യക്തിയെ എൻഡോഴ്സ് ചെയ്യുന്നതിനകത്ത് എന്താ തെറ്റൊന്നുമില്ല. പക്ഷേ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇത് ഒഴിവാകാനുള്ള ശ്രമമാണ്. ഇത് തന്നെയായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം പിന്നെ ശിവശങ്കരനെ കേസിൽ പിടിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ദുരൂഹത പലതും പുറത്തു വരികയൊക്കെ ചെയ്തത്. അപ്പം ഇങ്ങനൊരു രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് CPM നേതാക്കൾക്ക് ബന്ധമുണ്ടോ ഇല്ലയോ? ഈ MB രാജേഷിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ രാജേഷ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നതൊക്കെയുള്ള പടങ്ങൾ അതിനകത്ത് കാണാനുണ്ട്. അപ്പം ഇവരൊക്കെ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ട് റിലേഷൻ ഉണ്ടെന്നുള്ളത് ഈ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പരിശോധിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഒരു സാധാരണ ഒരു സെൽഫി എടുക്കാൻ വരുന്ന ഒരാളുടെ റോളല്ല അതിനകത്തു നിന്നൊക്കെ കാണുമ്പോൾ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്നത്. അത്ര ഗാഢമായ ബന്ധമുള്ള, അത്ര അടുപ്പമുള്ള 2 വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾ എന്തൊക്കെയോ നടക്കുന്നുള്ളത് സൂചനയാണ്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മസാല ബോണ്ടിൻ്റെ ഉദ്ഘാടനത്തിന് അവിടെ ലണ്ടനിൽ പോകുമ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള, അതായത് KM എബ്രഹാം, തോമസ് ഐസക്, പിന്നെ മറ്റേതോ ഒരു ഉദ്യോഗസ്ഥൻ, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ടാണ് രാജേഷ് കൃഷ്ണനെ അവിടെ കാണുന്നത്. അപ്പോൾ രാജേഷ് കൃഷ്ണയുടെ സ്വാധീനം ഒരു സത്യസന്ധമായ രീതിയിലുള്ള ഇടപാടുകളാണെങ്കിൽ അതെന്തുകൊണ്ടാണ് ഇവർ അത് അംഗീകരിക്കാനോ തള്ളി പറയാനോ തയ്യാറാണ്? അങ്ങനെ മോശം ക്യാരക്ടറാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അയാളെ ഒപ്പം കൂട്ടി? അയാൾ സത്യസന്ധനാണെങ്കിൽ അയാൾ സത്യസന്ധനാണെന്ന് പറയാനുള്ള ആർജവം ഇവർ കാണിക്കണം. അത് കാണിക്കുന്നില്ല. അപ്പോൾ അവിടെയാണ് എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്നൊരു തോന്നൽ വരുന്നത്. ഇപ്പം ഈ ഒരു കത്ത് കുറച്ച് നാളായി അന്തരീക്ഷത്തിലുണ്ട്. എന്നാൽ ഈ സമയത്ത് അത് പുറത്തു വരുന്നു, കോടതി രേഖയാക്കുന്നു. അത് കോടതി രേഖയാക്കിയതിന് ശേഷം ഈ കത്തിനെ കുറിച്ചുള്ള വീണ്ടും ഒരു വിവാദം വരികയാണ്. അപ്പോൾ അതിനകത്തൊരു CPMലെ ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ CPMൽ പഴയ ഒരു വിഭാഗീയതയുടെ ഒരു കാര്യമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയും. ഏതൊരു വാർത്തയും അതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട്. പലപ്പോഴും അങ്ങനെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പല കഥകളും അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. ആ ഒരു സമയത്ത് ഒരു വാർത്ത പുറത്തു വരുന്നു. അപ്പോൾ ഏതൊരു വാർത്തയുടെ പിന്നിൽ ആരെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾക്ക് ഒരു സ്ഥാപിത താല്പര്യം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ ഈ വാർത്താരംഗത്ത് പ്രവർത്തിക്കുന്നവരെന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ട്. പല വാർത്തകളും വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതായിരിക്കാം.
അപ്പോൾ അത്തരം ഒരു ഉദ്ദേശം ഇതിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. MV ഗോവിന്ദനെതിരായിട്ടുള്ള നീക്കമാണോ, അതോ മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ള നീക്കമാണോ, അതോ ഈ പാർട്ടിക്കകത്തെ കണ്ണൂർ ലോബിക്ക് എതിരായിട്ടുള്ള മറ്റുള്ളവരുടെ നീക്കമാണോ? അപ്പോൾ ഇതിലെല്ലാം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യസന്ധമായ വിവരങ്ങൾ പുറത്തു വരണമെന്നുള്ള പാർട്ടിയാണ് ഇതിന് പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ലയെന്നോ അങ്ങനെയൊക്കെ ഉണ്ടെന്നോ, അപ്പോൾ ഇതിനകത്തെ കുറ്റവാളികൾ ആരാണെന്നോ, ഈ രാജേഷ് കൃഷ്ണ ഈ ആരോപിക്കപ്പെടുന്ന പോലെ ഒരു ഷെയ്ഡി ക്യാരക്ടർ അല്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം, അല്ലെങ്കിൽ അയാൾ ഒരു ഷെയ്ഡി ക്യാരക്ടറാണെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കും. അപ്പോൾ ഇതൊന്നും പറയാതെ ഞങ്ങൾക്കിതൊന്നും ബന്ധമില്ല എന്നും ഇത് അസംബന്ധമാണ്, തോന്നിവാസമാണെന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. നിങ്ങളൊന്നിൽ ആ വ്യക്തിയെ, നിങ്ങളോടൊപ്പം നിന്ന ഒരാളെ നിങ്ങൾ ഒന്നിൽ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണെന്ന് പറയണം. ഇതൊന്നുമില്ലാതെ ഒരു വ്യക്തിയെ തേജോധം ചെയ്യാൻ ഇട്ടുകൊടുക്കുന്ന, ഇപ്പോൾ പൊതുസമൂഹത്തിൽ രാജേഷ് കൃഷ്ണൻ ഒരു വില്ലനായിട്ടാണ് എല്ലാവരും കൂടെ ചേർന്ന് ചിത്രീകരിക്കുന്നത്. അത് പാടില്ല. അയാളുടെ ഇൻറ്റഗ്രിറ്റിയെ സത്യസന്ധമായ ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ അംഗീകരിക്കാൻ ഈ പാർട്ടി തയ്യാറാണ്. അതുകൊണ്ടാണല്ലോ, ഈ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ടാണല്ലോ അയാൾ സമ്മേളന പ്രതിനിധിയായിട്ട് വരികയൊക്കെ ചെയ്ത്. അപ്പോൾ നിങ്ങളൊന്നിൽ അയാളുടെ സത്യസന്ധത അംഗീകരിക്കണം, അല്ലെങ്കിൽ അയാളൊരു ഒരു വ്യക്തിയാണെങ്കിൽ മോശം വ്യക്തിയാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണും. അതല്ലാതെ ഒരു വ്യക്തിയെ ഇട്ട് വേട്ടയാടാൻ വേണ്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ മാധ്യമ വിചാരണയ്ക്കും മറ്റും വിട്ടുകൊടുക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല.